ഒരു മാസത്തിനിടെ 4603 പേർക്കാണ് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചത്. ചിക്കൻ ബോക്സ് കേസുകൾ എല്ലാ ജില്ലയിലും കൂടുവാണ്. എല്ലാവരും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചിക്കൻ ബോക്സ് വന്ന രോഗി നിർബന്ധമായിട്ടും ഐസൊലേഷനിൽ പോകണം. ജോലിക്ക് പോകുന്നതും സ്കൂളിൽ പോകുന്നതും ഒഴിവാക്കുക. വൈറസ് വളരെ പെട്ടെന്ന് തന്നെ വായു വഴിയും ഡയറക്റ്റ് കോൺടാക്റ്റ് വഴിയും സ്പ്രെഡ് ചെയ്യുന്നു. സ്കിൻ ലീഷൻസ് ഡ്രൈ ആകുന്നവരെ ഐസൊലേഷൻ തുടരണം. മിക്കപ്പോഴും 7 തൊട്ട് 10 ദിവസം വരെ ഐസൊലേഷൻ വേണ്ടി വരും. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആൻറ്റിവൈറൽ ഡ്രഗായ അസൈക്ലോവിർ കഴിച്ചു തുടങ്ങണം. ഇത് കഴിക്കുമ്പോൾ വെള്ളം നന്നായി കുടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് കിഡ്നി വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. പനിക്ക് പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കാവുള്ളൂ. ബ്രൂഫൻ, ആസ്പിരിൻ പോലത്തെ മരുന്നുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. കുട്ടികളെക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് മുതിർന്നവർക്കാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആൾക്കാർ: 1 ഗർഭിണികൾ, 2 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ ഡയബറ്റിക് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, HIV പേഷ്യൻസ്. ഈ കാണുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യണം. സ്കിന്ന് മാത്രമല്ല, ന്യൂമോണിയയും തലച്ചോറിലെ ഇൻഫെക്ഷനും ചിക്കൻ ബോക്സ് കാരണം ഉണ്ടാകാം. രോഗികൾ നഖം വെട്ടി ക്ലീനായി സൂക്ഷിക്കണം. ഡെയിലി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുളിക്കണം. ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ദേഹത്ത് കുരുക്കളുണ്ടെങ്കിൽ അത് പൊട്ടിക്കാനേ പാടില്ല. ചൊറിച്ചിലുണ്ടെങ്കിൽ അവിടെ കലാമിൻ ലോഷൻ അപ്ലൈ ചെയ്യാം. പിന്നെ സ്കിൻ ലീഷൻസിന് ഇൻഫെക്ഷൻ ആവുകയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം.